അനീഷാണ്. അപ്പൊ ഇന്ന് നമ്മളൊരു സാൻഡ്വിച്ച് ആയിട്ടാണ് വന്നിരിക്കണേ. അപ്പൊ ഒരു ചിക്കൻ മയോ സാൻഡ്വിച്ച് ആണ്, ഒരു കോൾഡ് സാൻഡ്വിച്ച് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് വേവിച്ചെടുത്താണ്. 100 ഗ്രാം മയോണൈസും അതിലോട്ട് നമുക്ക് 50 ഗ്രാം ടൊമാറ്റോ സോസ് കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. കത്തി കൊണ്ടാണെങ്കിലും നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് ചോപ്പ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ കൈയും കൊണ്ടും ഇതേപോലെ നന്നായിട്ട് കനം കുറച്ചിട്ട് എല്ലാ ചിക്കൻ്റെ പീസും റെഡിയാക്കി വയ്ക്കുക. ഇതേപോലെ ബോൺലെസ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വേവിച്ചിട്ട് ഇതേപോലെ നമുക്ക് അതിൻ്റെ മീറ്റ് മാത്രമായിട്ടും എടുത്തിട്ട് ഇതേപോലെ തയ്യാറാക്കാവുന്നതാണ്. ഇതേപോലെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയാക്കി വയ്ക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം വെജിറ്റബിൾ ആണ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വെജിറ്റബിൾ വേണ്ടതെന്നുള്ളത് നോക്കാം. നമുക്ക് ചിക്കനിലോട്ട് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ക്യാരറ്റും ക്യാപ്സിക്കം, ക്യാബേജ്, ഒണിയൻ സ്ലൈസ്, സ്പ്രിംഗ് ഒണിയൻ. നമുക്ക് ഗ്രീൻ ചില്ലി വേണമെങ്കിൽ എരിവിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിലോട്ട് 100 ഗ്രാം മയോണൈസാണ്, അതേപോലെ തന്നെ ഒരു 50 ഗ്രാം ടൊമാറ്റോ സോസും. 200 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം എല്ലാ വെജിറ്റബിളും കൂടി ഒരു 100 ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കണം എന്നുള്ളത് നോക്കാം. സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ബ്രൗൺ സ്ലൈസ് നമുക്ക് ഏതാണ് അവൈലബിൾ ഉള്ള ആ ബ്രെഡ് നമുക്ക് എടുക്കാവുന്നതാണ്. അതിൻ്റെ ടോപ്പിലായിട്ട് മസ്റ്റാർഡ് പേസ്റ്റാണ്, അതായത് കടുക് അരച്ചതാണ്. റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ബട്ടറും അല്ലെങ്കിൽ മയോണൈസ്, ഇതിൽ ഏത് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ടോപ്പിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നമ്മുടെ ബ്രെഡിൻ്റെ മേലിലായിട്ട് നമ്മുടെ ഫില്ലിംഗ് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പോ ചില്ലി സോസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ അല്പം ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് സാൻഡ്വിച്ചിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നല്ല ഷാർപ്പുള്ളൊരു നൈഫ് എടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡിൻ്റെ 4 ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് 2 സാൻഡ്വിച്ച് ആക്കിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ലൊരു ചിക്കൻ മയോ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ഉള്ളിയും ക്യാരറ്റും ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു സാൻഡ്വിച്ചാണ്. എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.